ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ പതിവുപോലെ തന്നെ കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ വെറുതെ കളയുന്ന ചീഞ്ഞ തക്കാളി കൊണ്ടുള്ള കിഡിലൻ ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതേപോലെ പേസ്റ്റൊക്കെ നമ്മൾ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പകുതി എത്തുമ്പം ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഈ ഒരു ട്യൂബിൻ്റെ അവിടെയൊക്കെ ആയിട്ട് പേസ്റ്റ് ഉണ്ടാവും. മുകളിൽ ഒട്ടും തന്നെ ഉണ്ടാവില്ല, താഴോട്ടായിരിക്കും പേസ്റ്റ് മുഴുവനായിട്ടും ഇങ്ങനെ ഉണ്ടാവുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ അടിഭാഗത്തുള്ള പേസ്റ്റൊക്കെ ഇങ്ങനെ മുകളിലോട്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു അടിഭാഗത്ത് ഒരു സ്ഥലത്ത് പോലും ഇത്തിരി പേസ്റ്റ് പോലും ബാക്കി വന്ന് കിടക്കില്ല. ഈ ഒരു ട്യൂബിൽ നിന്ന് മുഴുവനായിട്ടും അത് മുകളിലോട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക് എടുക്കാൻ ഒത്തിരി പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ ആക്കി വയ്ക്കുകയാണെങ്കിൽ. എന്നിട്ട് ശേഷം അതിൻ്റെ അടിഭാഗം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് എന്തെങ്കിലും ക്ലിപ്പോ, നമ്മൾ തുണിക്കൊക്കെ ക്ലോത്തിനൊക്കെ കുത്തുന്ന ക്ലിപ്പോ അല്ലെങ്കിൽ മുടിക്ക് കുത്തുന്ന ഇതേപോലത്തെ സ്ലൈഡൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് വയ്ക്കുക. അങ്ങനെ ആകുമ്പം ഇത്തിരി പേസ്റ്റ് പോലും താഴെ എവിടെയായിട്ടൊന്നും ഉണ്ടാവില്ല, എല്ലാം മുകളിലോട്ട് വന്നിട്ടുണ്ടാവും. നമുക്കത് എടുക്കുമ്പം എളുപ്പത്തിൽ തന്നെ ഞെക്കിയിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഒന്ന് ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പേസ്റ്റ് വെറുതെ കളയാനായിട്ട് ഉണ്ടാവില്ല കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇങ്ങനത്തെ ക്ലിപ്പ് നമ്മൾ മുടിയിലേക്ക് കുത്തുന്ന സ്ലൈഡൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. ഈ ഒരു സ്ലൈഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ഡബിൾ ടേപ്പാണ്. അതിൽ നിന്നൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കിച്ചൻ്റെ ഈ ഒരു ടൈലുണ്ടാവില്ല, ചുവര്, ഈ ഒരു ചുവരിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സീൻ്റെ ഈ ഒരു ജാറിൻ്റെ മൂടിൻ്റെ വാഷറോ അല്ലെങ്കിൽ നമ്മുടെ കുക്കറിൻ്റെ വാഷറൊക്കെ എടുത്തിട്ട് ഇതേപോലെ കഴുകിയിട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ഒത്തിരി തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ റൂമിലൊക്കെ ഇതേപോലെ വെക്കുകയാണെങ്കിൽ ബെൽറ്റ്, അതേപോലെ തന്നെ മാല, അതേപോലെ തന്നെ നമ്മൾ നെയിം സ്ലിപ്പൊക്കെ ഇതേപോലെ തൂക്കി വെക്കുക കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. നമ്മൾ ഷർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ ചില ഷർട്ടിൻ്റെ ഈ ഒരു ഹുക്ക് ഇടുന്ന ഈ ഒരു ഹോൾസ് വളരെ ചെറുതായിരിക്കും. ഈ ഒരു ഹുക്ക് ഇടാനൊക്കെ ചിലപ്പം പാഴൊക്കെ ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു സേഫ്റ്റി പിൻ എടുത്ത ശേഷം ഈ ഒരു ഹുക്കിൻ്റെ മുകളിലേക്കായിട്ട് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഹുക്കിൻ്റെ ഹോൾസിലേക്ക് ഈ ഒരു പിൻ ആദ്യം കടത്തി കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഹുക്ക് അതിൻ്റെ ഹോൾസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാവേ. ഒരു ചെറിയ ഹോൾസൊക്കെ ആണെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും കേട്ടോ. ഈ ഒരു കുടുക്കിൻ്റെ ഹുക്കിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു പിന്നിട്ട് കൊടുത്ത ശേഷം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഹുക്ക് വേഗം തന്നെ ഇടാൻ വേണ്ടിയിട്ട് പറ്റുമേ. ഇനി അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ ബ്രെഡൊക്കെ വാങ്ങിക്കുമ്പം ഈ ഒരു ബ്രെഡ് ഇതേപോലെ ഒരു കമ്പി കഷ്ണം കൊണ്ട് കെട്ടിയിട്ടായിരിക്കുമല്ലോ ഉണ്ടാവുക. ഒരു കമ്പി കഷ്ണമൊക്കെ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ബാക്കി വന്ന ബ്രെഡ് ഇതേപോലെ ഒന്ന് പിരിച്ചിട്ട് അതിൻ്റെ ഒരു മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് അടിയിലേക്ക് മടക്കി കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ കാറ്റൊന്നും അകത്ത് കിടക്കത്തുമില്ല, ബ്രെഡ് ചീത്തയായി പോകത്തുമില്ല. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഒത്തിരിയൊക്കെ നമ്മൾ ബാഗൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പം ബാഗിൻ്റെ ഈ ഒരു നമ്മൾ സിബ് വലിക്കുന്ന ഈ ഒരു സംഭവം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ബാഗിൻ്റെ സിബ് ഇടാനോ അയക്കാനൊക്കെ ഒത്തിരി പ്രയാസമായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു സിബിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു പിന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സിബ് അയക്കാനും ഇടാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അത് പൊട്ടിപ്പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഏറെ ഉപകാരപ്പെടും. ഈ ഒരു സംഭവത്തിൻ്റെ പകരമായിട്ട് നമുക്ക് പിന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെയാണ് കീ, ഓരോരോ കീ ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വട്ടത്തിലുള്ള സാധനം ഇല്ലാത്ത എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പിന്ന് വെച്ച് കൊടുത്താൽ മതി. കൂട്ടത്തോടെ കീ ഒരു പിന്നിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കീ നമുക്ക് പെട്ടെന്ന് കാണുകയും ചെയ്യും, ഓരോരോ കീ തിരഞ്ഞ് നടക്കേണ്ടിയും വരില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കീയൊക്കെ കൂട്ടത്തോടെ ഇങ്ങനെ എടുത്ത് വയ്ക്കാവേ. അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. ഇതേപോലെ നമ്മുടെ സ്കൂളിൽ കൊണ്ടുവന്ന കുട്ടികളെ ബാഗിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മളെ ബാഗിൻ്റെ മുകളിലൊക്കെ പെന്നുകൊണ്ടൊക്കെ വരയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെർഫ്യൂം ഉപയോഗിച്ചിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാം കേട്ടോ. ഈ ഒരു വരഞ്ഞതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് പെർഫ്യൂം അടിച്ചു കൊടുത്ത ശേഷം ഒരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് കളഞ്ഞാൽ മതി കേട്ടോ. എത്ര കാലപ്പഴക്കമുള്ള പെന്നിൻ്റെ ഈ ഒരു കറയാണെങ്കിലും എളുപ്പത്തിൽ തന്നെ പോകുന്നതായിരിക്കുമേ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ ചന്ദനത്തിരിയൊക്കെ വാങ്ങിക്കുമ്പം പാക്കറ്റിന് ഭയങ്കര മണമൊക്കെ ആയിരിക്കും. പക്ഷേ വീട്ടിലെത്തി നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത മണമായിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി മണമൊന്നും ഇല്ലാത്ത ചന്ദനത്തിരിയൊക്കെ ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള മണമുള്ള പെർഫ്യൂമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചന്ദനത്തിരീൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കത്തിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ചന്ദനത്തിരി കുറേ സമയമൊക്കെ കത്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ വാസലിൻ എടുത്തിട്ട് ഈ ഒരു ചന്ദനത്തിരീൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് തടവി കൊടുക്കുക. അതല്ലെങ്കിൽ പച്ചവെള്ളം
ജസ്റ്റ് നമ്മളെ കൈ ഒന്ന് നനച്ചു കൊടുക്കുക. നല്ലോണം നനയ്ക്കേണ്ട, ചെറുങ്ങനെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചന്ദനത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് തടവി കൊടുക്കുകയാണെങ്കിൽ ഈ ചന്ദനത്തിരി സാധാരണ കത്തുന്നതിനെക്കാട്ടും കൂടുതൽ കത്തി നിൽക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ കത്തി തീർന്നു പോകത്തില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലെ നമ്മൾ തക്കാളിയൊക്കെ വാങ്ങിച്ച് എത്ര തന്നെ നമ്മൾ സൂക്ഷിച്ച് വെച്ചാലും ഒന്നോ രണ്ടോ ഒക്കെ ഒന്ന് ചീഞ്ഞു പോവുക, അതേപോലെ പൂപ്പ് വന്ന പോലെയൊക്കെ ആയി പോകും. ഈ ഒരു തക്കാളി കളയാതെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ നോക്കാം. ഈ ഒരു തക്കാളി എടുത്തിട്ട് ഞാൻ നല്ലപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഞെരടി അതിൻ്റെ നീരവും അതിൻ്റെ സംഭവമൊക്കെ ഒന്ന് ജ്യൂസ് പോലെ ആക്കി എടുക്കുന്നുണ്ട്. കൈകൊണ്ട് തന്നെ ചെയ്താൽ മതി. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ചായക്കറിയൊക്കെ പിടിച്ചിട്ടുള്ള ഗ്ലാസ്സൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഫൈബറിൻ്റെ പ്ലേറ്റിൻ്റെ അടിഭാഗത്തൊക്കെ ഉണ്ടാവില്ലേ ഒരു കറ പിടിച്ചതൊക്കെ, അതൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു തക്കാളിൻ്റെ വേസ്റ്റായിട്ട് വരുന്ന തക്കാളി മാത്രം മതി കേട്ടോ. അതേപോലെ നമ്മുടെ കുക്കറിൻ്റെ വാഷർ, അതേപോലെ തന്നെ കുക്കറിൻ്റെ വിസിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു തക്കാളി വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമേ. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ തക്കാളിയൊക്കെ കളയുന്നതിൻ്റെ മുമ്പായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ഗ്ലാസ് നോക്ക് നല്ല രീതിക്ക് തന്നെ ചായൻ്റെ കറിയൊക്കെ പോയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ തക്കാളി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.